അപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളത് ആദിലാണ്. അപ്പൊ ആദില് ഞാൻ പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമുക്ക്. ഓക്കെ, അതിൽ പറയാൻ വലിയ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. അതില് ഡിഗ്രി സമയത്ത് വളരെ പ്രയാസം ഉണ്ടായിരുന്നു ആൾക്ക് ഡിഗ്രി ഒന്ന് എന്താണ് ക്വാളിഫൈ ചെയ്തെടുക്കാൻ. ഈവൻ ഫസ്റ്റ് അറ്റംപ്റ്റിലും സെക്കൻഡ് അറ്റംപ്റ്റിലും ഒക്കെ എന്താണ് ക്ലിയർ ചെയ്യാൻ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ബെൻസിൽ വന്നിട്ടുള്ളത്. അതിലാണ് 6 മാസം കഴിഞ്ഞ് ഇനി IIT മദ്രാസിലേക്ക് പോവാണ് MSc ചെയ്യാൻ. അതും അത്രയും നല്ല റാങ്കുമായിട്ട് 318 ആണ് ആളുടെ റാങ്ക്. ഈവൻ ഡിഗ്രി സമയത്ത് ആൾക്ക് ഓവറോൾ 59% ആണെന്നാണ് എന്റെ ഓർമ്മ. ഈ കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്യും. അപ്പം 59%ഉം ഡിഗ്രി സമയത്ത് പേപ്പറൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡിഗ്രി പേപ്പർ ബാക്കപ്പ് ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ അതിലാണ് ഇപ്പം ബെൻസിൽ വന്നു. ഒരു 6 മന്ത്സ് ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിൽ ബ്ലോസം കോളേജിലല്ലായിരുന്നോ? ഒരു അൺഎയ്ഡഡ് കോളേജ് ആണല്ലേ? അൺഎയ്ഡഡ് കോളേജ് ആണ്. അവിടെ നിന്നാണ് ബെൻസിലേക്ക് വന്നത്. ഇന്ന് ആദില് ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഞങ്ങളെല്ലാം ഓൾ ബെൻസിൽ ടീം എല്ലാവരും പറയും ആദിലിന്റെ കാര്യം എപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ മാത്രമല്ല, സ്റ്റുഡൻസും എല്ലാവർക്കും ഒരു എനർജിയാണ് ആദിലിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പൊ ആദിലാണ് IIT മദ്രാസിലേക്ക് പോകുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആദിലിന്റെ അടുത്ത് നിന്ന് അറിയാനുണ്ടാവും. അപ്പൊ അതിൽ എങ്ങനെയായിരുന്നു, ഒരുപാട് പ്രയാസപ്പെട്ട സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഡിഗ്രി കഴിഞ്ഞ് പേപ്പർ ഒന്ന് രണ്ടെണ്ണം ക്ലിയർ ചെയ്യാൻ ബാക്കിയാവുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, അപ്പൊ ഞങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞു, ട്രൈ ചെയ്തു. അപ്പൊ ഒരു IIT ഒക്കെ എപ്പോഴെങ്കിലും മനസ്സിലുണ്ടായിരുന്നു? IIT മദ്രാസിലെ ഞാൻ ആ ക്ലാസ് റൂമിൽ ഇരിക്കുന്നൊക്കെ ഇല്ല, ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ വലിയൊരു സ്വപ്നം പോലെയാണ് ഇത് കണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ബെൻസിലേക്ക് വരാൻ കാരണം? ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ടാണ് ജാം കോച്ചിങ് എന്നുള്ള ഒരു ആംഗിളിലേക്ക് തോട്ട് പോയത്? അല്ലെങ്കിൽ ജസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു കോച്ചിങ് എടുത്തത്? അതെ, അത്രേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ. CUET എങ്ങനെയെങ്കിലും പിന്നെ ക്രാക്ക് ചെയ്യാന്നുള്ള ഒരു മൈൻഡിലായിരുന്നു എടുത്തത്. ഒന്നാമത് എങ്ങനെ ജാം ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് 2023 ഞാൻ ഡിഗ്രി കഴിഞ്ഞത്. അത് കഴിഞ്ഞ് കുറച്ച് കാലം വർക്കൊക്കെ ചെയ്തു. അങ്ങനെ പെട്രോൾ പമ്പിലും ഡ്രൈവറൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം ബ്രേക്ക് ഒന്നും 1 വർഷം ബ്രേക്ക് ഒന്നുകൊണ്ട് തന്നെ ബേസ് ഒക്കെ ഫുള്ള് പോയിരുന്നു. പിന്നെ രണ്ടാമത് ബേസ് ഒക്കെ ഫുൾ ഉണ്ടാക്കി എടുത്തത് ബെൻസിൽ വന്നിട്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം ഡിഗ്രി ബാക്കിയുള്ള പേപ്പർ എഴുതിയെടുത്തു. അവിടെ ഒരു പ്രാവശ്യം CUET എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു. അതില് ക്വാളിഫൈ പറ്റേ തീരെ ആകെ 8 മാർക്കോ അങ്ങനെ എന്താണ് CUETക്ക് വരെ കിട്ടി. CUET എക്സാം എന്ന് പറഞ്ഞാല് ഏകദേശം 300 മാർക്കിന്റെ, ഇതുപോലെ ആദ്യം എഴുതിയ സമയത്ത് 400 മാർക്കിന്റെ എക്സാം ആണ് അതല്ലേ? കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം. അപ്പൊ അതിൽ 400-ൽ 8 മാർക്കാണ് അതിൽ കിട്ടിയത്. അതെ, ഓക്കെ. അത്രയ്ക്കും തീരെ ബേസ് ഇല്ലാത്ത ഒരാളായിരുന്നു. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് സിദ്ധാർത്ഥ എന്ന ഫ്രണ്ടാണ് ബെൻസിൽ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ബെൻസിലേക്ക് വന്ന് അവിടെ കൂടെയുള്ള ഫ്രണ്ട്സും ഒക്കെ അത്രയും എന്താണ് പറയാ വൈബ്രന്റ് ആയിട്ടും ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ത്രൂ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ വന്നു. അങ്ങനെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെ NIT നോക്കാന്നുള്ളതായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മദ്രാസ് തന്നെ കിട്ടുക എന്നുള്ള രീതിയിലേക്ക് മൈൻഡ് മാറി. പിന്നെ അവിടെ മുതല് ഏറ്റവും അതിൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്നും കാണുന്നതല്ലേ. പക്ഷെ ഒരു പലപ്പോഴും ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു ക്ലാസ്സിലെ പല എക്സാമിനും അവസാനത്തെ റാങ്ക് അതിൽ വന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ ഒരുപാട് അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിലൊരിക്കലും അതിന്റെ പേരിൽ ഞാൻ കണ്ടില്ല സങ്കടപ്പെട്ടിരിക്കുന്ന. ചിലപ്പോൾ ഉള്ളിലുണ്ടാകാം, സ്റ്റിൽ നമുക്ക് അങ്ങനെ എന്താണ് അതിനെ ഒരു വലിയ ഇഷ്യൂ ആയി കാണാതെ എന്താണോ ആൾക്കുള്ള ഡിഫിക്കൽട്ടി അത് സോൾവ് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ആള് പ്രിപ്പയർ ചെയ്തു. എല്ലാവരുടെ അടുത്ത് നിന്ന് ഓപ്പൺ ആയിട്ട് ചോദിച്ച് പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആള് ക്രിയേറ്റ് ചെയ്തു. ഈവൻ ക്ലാസ്സിലെ കുട്ടികളോട് എല്ലാവരോടും ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. എക്സ്ട്രാ ടൈം ഇവിടെ ഇരിക്കാറൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ക്ലാസ് റൂമിൽ? ഇരിക്കാറുണ്ടായിരുന്നു. ഇന്ന് പറയാനുള്ള താങ്ക്സ് ടു പെൻസിൽ. അതേപോലെ എന്ത് മണ്ടത്തരം ചോദിച്ചാലും ഒരു കുഴപ്പമില്ലാതെ ആൻസർ ഡൗട്ട് ക്ലിയർ ചെയ്തിരുന്ന സാറൊക്കെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു ഉപകാരമായിരുന്നു. പിന്നെ അതേപോലെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഓൾക്ക് അറിയാം ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ എന്നെ പരിചയപ്പെടുത്തി ഇങ്ങനെയൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നെന്നുള്ളത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു അത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ പിന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം അതിൽ ഷെയർ ചെയ്യും. ഒരുപാട് കുട്ടികൾക്ക് ഒരു എന്താണ് എനർജി ആവും. കാരണം പല ആളുകൾക്കും കേപ്പബിൾ ആയിരിക്കും, പക്ഷെ അവർക്ക് കിട്ടുമോ എന്നുള്ള സംശയം കൊണ്ടും പല ഡിഫിക്കൽട്ട് ടൈമിലൂടെ പോകുന്നത് കൊണ്ടൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നവരാണ് പല ആളുകളും. പക്ഷെ അതിന്റെ ഒരു സ്റ്റോറിയിലൂടെ എല്ലാവർക്കും ഇത് പോസിബിൾ ആണ് എന്നുള്ള ഒരു സ്പിരിറ്റ് അവർക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഡിഗ്രി സമയത്ത് എങ്ങനെയായിരുന്നു?
പ്രിപ്പറേഷൻ ഉണ്ടായി? മീൻസ് ജാമിനല്ല, ഓവറോൾ ഡിഗ്രി കാര്യമായി നോക്കിയിരുന്നോ? ഡിഗ്രിക്ക് തീരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നാണ് പറയാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അങ്ങനത്തെ പേപ്പർ ബാക്കും ഇത്രയും കുറഞ്ഞ പെർസെന്റേജ് ഒക്കെ വരാൻ കാരണം. അന്നേ കോച്ചിങ് എടുത്തിരുന്നെങ്കിൽ, അങ്ങനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും അന്ന് എടുത്തിരുന്നെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഡിഗ്രീന്റെ മാർക്കെങ്കിലും നല്ല മാർക്ക് കിട്ടിയായിരുന്നു. ഇപ്പൊ വരുന്നത് 59 ആണോ? 59.8. 59.8 അല്ലേ? ഓക്കെ. എന്ത് പറഞ്ഞു കോളേജിലെ ടീച്ചേഴ്സും ഒക്കെ? അവരെ ഓലൊക്കെ വിളിച്ചില്ലേ? ഭയങ്കര ഇഷ്ടാണ്. പിന്നെ അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നത്, എടാ നീയോ, ആ ഒരു ചോദ്യമാണ് പലരും പറഞ്ഞിട്ടുള്ളത്. കാരണം അവരൊക്കെ അത്ര ഇംപ്രസ്ഡ് ആണ്. ഞങ്ങളെ അപ്പൊ HOD അവരൊക്കെ ഒക്കെ വിളിക്കുമ്പോ ഒരു സന്തോഷല്ലേ? മീൻസ് എന്താണ്, ഒരു ഒരു ഭയങ്കര റാങ്കുമായ. HOD ഒക്കെ വിളിച്ച് പിന്നെ അപ്രിഷിയേറ്റ് ചെയ്തു. എന്നെക്കാട്ടിയും റാങ്ക് കൂടിയ ഒരു സുഹേല എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. നിങ്ങളുടെ അവളെ കോളേജിലെ. അപ്രിഷിയേഷൻ കിട്ടത് എനിക്കാണ്. കാരണം നിങ്ങളുടെ മീൻ കോളേജിന് നോർമലി ഒരു എന്താ അൺഎയ്ഡഡ് കോളേജാണ്. അവിടെ നിന്നും ഇത്തവണ 4 പേര് നമ്മുടെ ബെഞ്ചിൽ വന്നിട്ടുണ്ട് അല്ലേ? ഹുദ, അതേപോലെ തന്നെ സുഹൈലക്ക് 91 റാങ്ക് ഉണ്ട്. 4 പേര് വന്നിട്ട് 4 പേരും IIT-യും, 2 പേര് IIT മദ്രാസ് തന്നെ, 2 പേര് NIT കാലിക്കറ്റ് ആയിട്ട് കിട്ടും. ഒരാൾക്ക് പാലക്കാട് കിട്ടാൻ തോന്നുന്നില്ല, NIT കാലിക്കറ്റിൽ ഒരാൾക്ക് ചിലപ്പോൾ പാലക്കാട്. അപ്പൊ നിങ്ങളുടെ കോളേജിന് ഇതൊരു ഇത്തവണ ഒരു ഗംഭീര റിസൾട്ട് ആണ് അല്ലേ? എല്ലാവരും ബെഞ്ചിലുള്ള കുട്ടികളുമാണ്. ഉം. ഓക്കെ. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ഹാപ്പി? അതെ, വളരെ ഹാപ്പി. കോളേജിൽ പോയോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചോ? ഫോണിൽ വിളിച്ചു പറഞ്ഞു. കോളേജ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം. പിന്നെ എന്താണ് IIT-ലേക്ക്, പിന്നെ IIT-ലേക്ക് അടുത്ത പ്ലാൻ പറയുന്നതിന് മുന്നേ കോച്ചിങ് സമയത്ത് മാർക്ക് കുറഞ്ഞ സമയങ്ങളൊക്കെ, കുറയാന്ന് പറഞ്ഞാൽ അതിന്റെ കേസിൽ പലപ്പോഴും ഞാൻ റാങ്ക് ലിസ്റ്റിൽ അവസാനം വരെ കണ്ടിട്ടുണ്ട്. എങ്ങനെ അതിനെ ഓവർകം ചെയ്തു? പല കുട്ടികൾക്കും നമ്മൾ പറയുന്ന പോലെയല്ല, പല കുട്ടികളും ആ ഒരു സമയത്ത് എന്താണ് ഓവറോൾ പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നവരുണ്ട്. വീട്ടിലേക്ക് വിളിച്ച് എപ്പോഴും സങ്കടം എന്ന് പറഞ്ഞാൽ അവര് മെജോറിറ്റി ഡൗൺ ആയി നിൽക്കുന്ന സമയം നമ്മൾ കാണാറുണ്ട്. ആദ്യം ഇതിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? ഒന്നാമത് എനിക്ക് എത്ര എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. കാരണം എന്റെ ഒരു ലെവൽ എനിക്ക് ആദ്യം അറിയായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റത്തെ എക്സാമിന് എനിക്ക് മാത്രമായിരുന്നു IT മാർക്ക് കിട്ടിയത്. അതിന് -8ഓ -3ഓ എന്തായിരുന്നു? അതെ, 2 പോയിന്റ് സംതിങ് എന്തായിരുന്നു. 2 അറൌണ്ട് 3 അല്ലേ? ബാക്കി എല്ലാവർക്കും പ്ലസ് മാർക്കാണ്. പ്ലസ് മാർക്ക് ആയിരുന്നു, എനിക്ക് മാത്രമായിരുന്നു മൈനസ്. അതിൽ മാത്രമാണ് മൈനസ്. സാർ അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ട്, സാരല്ലടാ നമുക്ക് ഇനി ശരിയാക്കാം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. അതൊക്കെ പിന്നെ അവിടുന്ന് കുറച്ച് കയറി വന്നു. അതിന്റെ ഇടയ്ക്ക് സാറ് ക്ലാസ്സിലൊരു കാര്യം പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. സാറ് ആദ്യം ചിലപ്പോ NIT-യിൽ ഒരു പ്രൊഫസറൊക്കെ ആവുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് ഭയങ്കര ഒരു പുഷ് കിട്ടിയിരുന്നു അത് കേട്ടപ്പോ. അതിലെല്ലാത്തിനെയും പോസിറ്റീവ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ചില കുട്ടികളോട് നമ്മൾ ഇങ്ങനെ പറയുമ്പോഴേക്കും എനിക്കോ അത് കിട്ടില്ല എന്ന് എടുക്കുന്ന കുട്ടികളുണ്ട്. ചില ആളുകൾ, ഓ സാർ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ ഒരു ചാൻസ് ഉണ്ട്. അതായത് അതിൽ ആ ആംഗിളിൽ കണ്ട ഒരാളാണ്. അതുകൊണ്ടാണ് അതിൽ എപ്പോഴും ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിയുന്നത്. അങ്ങനെയൊക്കെ ഞാൻ ഒന്നാമത് എന്റെ എക്സ്പെക്ടേഷൻ അത്ര കുറച്ച് വെച്ചിട്ടുള്ളൂ. കാരണം എന്റെ ലെവലിംഗ് കറങ്ങുന്നോണ്ട്, പിന്നെ അതുകൊണ്ട് ചെറിയ മാർക്ക് കിട്ടുമ്പോഴൊന്നും ഞാൻ അത് സ്വാഭാവികം അങ്ങനെ ഇത്രയല്ലേ കിട്ടുള്ളൂ എന്നുള്ളതായിരുന്നു. പിന്നെ അവിടുന്ന് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ സാറ് പറഞ്ഞ് ഇത്ര ടൈം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയസ് ആയി അത് കണ്ടിരുന്നു. അതില് സീരിയസ് ആയി ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും. ഇത്ര ടൈം ഇതിന്റെ മുന്നേ ലൈഫിൽ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ഇല്ല ഇല്ല. മിനിമം 10+ അവേഴ്സ് എല്ലാ ദിവസവും പഠിച്ചില്ലേ? ഒട്ടുമിക്ക ദിവസം പഠിച്ചിട്ടുണ്ട്, 10+ hours പഠിച്ചിട്ടുണ്ട്. എനിക്ക് 1-2 തവണ എന്നെ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ എന്തോ ഫയർ ചെയ്തിരുന്നോ? അത് കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ ആ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെന്ത് പക്ഷെ പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് പറയുന്നു ഉപ്പയൊക്കെ? ഓരോർക്ക് എനിക്ക് ഈ ആൻസർ കീ കിട്ടിയപ്പോ തന്നെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ, കഴിഞ്ഞ അത്രയും വർഷത്തെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കിട്ടുന്നുള്ളത്. ഞാന് പിന്നെ പറഞ്ഞിട്ടും പിന്നെ ഒന്നും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. ഫൈനൽ വരട്ടെ, ഇങ്ങനെ പറയണ്ട, വരട്ടെ ആണ്. ലാസ്റ്റ് ഇന്നോട് മാർക്ക് കൂട്ടിയൊക്കെ ഇത് തെറ്റുണ്ടോ അങ്ങനൊക്കെ ചോദിച്ചിരുന്നു. ലാസ്റ്റ് റിസൾട്ട് വന്ന് റാങ്ക് വന്നിട്ടും ഞാൻ പറഞ്ഞിട്ട് അപ്പൊ അപ്പോഴും ഓല് മനസ്സിലാക്കുന്ന, ഓർക്ക് എന്നെ പറ്റി അറിയാലോ ഇത്രയും കാലത്തെ ഒരു പെർഫോമൻസ്. അപ്പൊ പറഞ്ഞു, അപ്പൊ 318 എന്ന് പറഞ്ഞാൽ മോശം റാങ്ക് ആണോ അങ്ങനെ ചോദിച്ചു ആദ്യം. പിന്നെ IIT-ലോ അങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്ര എളുപ്പമാണോ IIT കിട്ടാൻ എന്നുള്ള ചോദ്യം അവർ ചോദിച്ചു. കാരണം ഇത്രയും വർഷത്തെ പേപ്പർ ബാക്ക് ഒക്കെ ഉള്ള ആൾ ഒറ്റയടിക്ക് ഇത്രയും പെർഫോം ചെയ്യുമെന്ന് ഒരു പ്രതീക്ഷിച്ചിട്ടേ അല്ലായിരുന്നു. ചുരുക്കി പറഞ്ഞ ഇപ്പോഴും ഇവിടുള്ള ഞാൻ നമ്മുടെ ബെൻസിലെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചില്ലേ? അവരൊക്കെ വിളിച്ചിരുന്നു. അവരോട് ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു ഒരുപാട് പേർക്ക്. കാരണം അവരുടെ ഒക്കെ ഒരു സപ്പോർട്ട് കാരണമാണ്
എല്ലാവരും എനിക്ക് നിങ്ങളുടെ ബോയ്സ് ഹോസ്റ്റലിന് എല്ലാവരും, ഷെഫിനായിക്കോട്ടെ, അവിടെ നിങ്ങളൊരു ടീം ഉണ്ടായിരുന്നുണ്ട്, സിജില്, എല്ലാവരും, യദു, ഇവരൊക്കെ നിങ്ങളൊരു ടീമായി നിന്നവരാണല്ലോ. ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ ഹോസ്റ്റലും. കാരണം അവിടെ പഠിച്ചു കഴിഞ്ഞ് വീണ്ടും ഇവിടേക്ക് വരുമ്പോ ഇവിടെ ഫുൾ കെമിസ്ട്രി തന്നെയായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്, ഹോസ്റ്റലിലും മറ്റും എല്ലായിടത്തും. എനിക്ക് നിങ്ങളുടെ ഇവിടുത്തെ ഹോസ്റ്റലിലുള്ള എല്ലാവരും ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഷെഫിന്, യദു, ഉം. എല്ലാവരും ഒരുമിച്ച് പോകാലോ. ആ, IIT മദ്രാസിന് അവർക്കെല്ലാം കിട്ടും. വേറെന്താണ്, IIT പോകാൻ പേടിയുണ്ടോ? പേടി, ചെറുതായിട്ട് പേടി ഉണ്ട്, അതാണ് അതൊന്നും സത്യം. അത് അവിടെ പോയ ആരും അങ്ങനെ ഫെയിൽ ആവാറൊന്നും ഇല്ല ബാച്ചില്. അപ്പൊ പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഈ ഒരു 4-5 months വെറുതെ കളയണ്ട, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചോളൂ. അല്ലേ, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം വിളിച്ച സമയത്ത്. എന്താണ് നമ്മുടെ ജൂനിയർ കുട്ടികളോട് പറയാനുള്ളത്? ഡിഗ്രി ഇപ്പം സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സ് ഉണ്ടാവും, ഓൺഗോയിങ് സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. ജാമിന് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബെൻസിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്റെ പരിചയത്തിൽ കേട്ടിട്ടില്ല, ഫ്രണ്ട്സ് ഒന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വരാൻ പറ്റിയത് ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ബെൻസിൽ. അപ്പൊ ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. പിന്നെ ബാക്കി നിങ്ങൾ ഹാർഡ് വർക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു റാങ്ക് തന്നെ കിട്ടാം. എന്താണ് പ്ലാൻ? ജോബിലേക്ക് മാറും, ജോബാണോ അല്ലെങ്കിൽ PhD ഹയർ സ്റ്റഡീസിനോ? PhD ചെയ്യാന്നുള്ള ഒരു മൈൻഡിലാണ്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ എന്തൊക്കെയോ സംഭവിച്ച പോലെ തോന്നുന്നുണ്ടോ? ഒരു 3 year ബാക്ക് ഇതൊന്നും എന്റെ പിക്ചറിലേ ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ അതുണ്ടല്ലോ, നമ്മളെ ഹാർഡ് വർക്ക് ആണ് എല്ലാം, അതിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്കിന്റെ ഒരു ഔട്ട്പുട്ട് ആണ്. സ്റ്റിൽ ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. എന്ത് തോന്നുന്നു അത് ഒന്ന് നോക്കുമ്പോ, തിരിഞ്ഞു നോക്കുമ്പോ? +2 മാർക്ക് കുറവായിരുന്നു, അങ്ങനെയാണ് ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ കിട്ടിയത്. അവിടുന്ന് 2 വർഷം ടെസ്റ്റിന് എത്ര ഉണ്ടായിരുന്നു മാർക്ക്? +2 എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോസം അവിടെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ? പിന്നെ പക്ഷെ അവിടുന്ന് വന്ന് ബ്ലോസം കോളേജിൽ വന്ന കുട്ടികളൊക്കെ ബെഞ്ചിൽ വന്ന സമയത്ത് അവര് നിങ്ങൾക്ക് ഒരു നല്ല, എല്ലാവരും, ഒരാൾക്ക് പോലും കിട്ടാത്തതില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലാസ്സും സപ്പോർട്ടൊക്കെ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് അതിന്റെ ഒരു മീനിങ്. ഓക്കെ. ടെൻത്തും ലൈഫ് ടെൻത്തും +2 ഒക്കെ ഏകദേശം ഒരേപോലെ കൊണ്ടുപോയോ? വളരെ കുറവ് തന്നെയായിരുന്നു. പിന്നെ ഗ്രാഫ്, ലൈഫിന്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര ഒറ്റ അടിക്ക് ഹൈക്ക് ഉണ്ടാക്കി തന്ന ഈ ബെൻസിന്റെ 6 മാസത്തെ കോഴ്സ് തന്നെയാണ്. അവിടുന്നാണ് ഒന്നും ഇല്ലാത്ത ഇത്രയേ ഉള്ളൂ. ആ 6 മാസമായിരിക്കും നിങ്ങൾ കാര്യമായി വർക്ക് ചെയ്തിട്ടുണ്ടാവുക, അല്ലാതെ നിങ്ങൾ കേപ്പബിൾ അല്ലാത്തത് കൊണ്ടല്ല. ടെൻത്തിലെ സമയത്തും +2 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാലിബറിനനുസരിച്ച് നിങ്ങൾ ഒരു എഫേർട്ട് ഇട്ടത് മോസ്റ്റ്ലി ഈ ഒരു 6-7 monthsലായിരിക്കും. എല്ലാ ദിവസവും 10 hours പഠിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നേ എപ്പോഴെങ്കിലും അതിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? ഗുഡ് ഗുഡ്. അപ്പൊ വളരെ സന്തോഷം അതിൽ. വീണ്ടും ഞങ്ങൾ വിളിക്കും ഇങ്ങനത്തെ ടോക്കിനും കാര്യങ്ങൾക്കൊക്കെ. ഞങ്ങളുടെ കുട്ടികളായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, അതിൽ വളരെ സന്തോഷം. അപ്പം MSCയും ഇതുപോലെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യും. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ്.